ഹലോ, ഇന്ന് എൻ്റെ മിഡ്വൈഫറി അപ്പോയിൻമെൻറ്റ് ഡേ ആയിരുന്നു കേട്ടോ. 28 വീക്സ് കഴിയുമ്പം നമുക്ക് ഇവിടെ ഡോക്ടേഴ്സ് അല്ല, ഇവിടെ എല്ലാം നഴ്സസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ നഴ്സസാണ്, മിഡ്വൈഫ് നഴ്സസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ബ്ലഡ് ചെക്ക് ഉണ്ടായിരുന്നു. ആ കുത്തു കിട്ടിയപ്പം ഭയങ്കര ക്ഷീണമായിപ്പോയി. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ക്യാബ് ബുക്ക് ചെയ്തു. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെയാണ് ഞാൻ നിന്നത്. അപ്പം പോലീസ് ഉണ്ടായിരുന്നു, ആംബുലൻസ് ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ ആ സമയത്ത്. ക്യാബ് വന്ന് കയറിയിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ആ മൂഡ് സ്വിങ് കാരണം ഞാൻ ഡിസൈഡ് ചെയ്തു ഇന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യാമെന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? എനിക്കിങ്ങനെ മൂഡ് സ്വിങ് വന്ന് നമ്മൾ കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഷോപ്പിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചാലോ ഞാൻ ഓക്കെ ആവും, പെട്ടെന്ന് ഞാൻ ഓക്കെ ആവും കേട്ടോ. UK 1 ഇയർ അപ് ടു 1 ഇയർ വരെ നമുക്ക് മെറ്റേണിറ്റി ലീവ് എടുക്കാൻ പറ്റും. അപ്പം 6 മന്ത്സിലേക്ക് നമുക്ക് അപ്രോക്സിമേറ്റ്ലി, അതായത് നമുക്ക് എക്സാക്ട് സാലറിൻ്റെ പേയ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല, അപ്രോക്സിമേറ്റ്ലി സാലറീൻ്റെ ആ ഒരു ആവറേജ് റേഞ്ചിൽ വരും. പിന്നെ നെക്സ്റ്റ് 3 മന്ത്സ് നമുക്ക് അതിൻ്റെ ഹാഫ് പേയ്മെൻറ്റാണ് വരിക. അത് കഴിഞ്ഞിട്ടുള്ള 3 മന്ത്സിൽ നമുക്ക് ഒന്നുമില്ല, അൺപെയ്ഡ് ആണ് ആക്ച്വലി അത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ 1 ഇയർ ലീവ് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഈക്വലായിട്ട് 12 മന്തിലേക്ക് വേണ്ടിയിട്ട് ഒരുപോലെ ആക്കിത്തരാം. അപ്പം നമുക്ക് എല്ലാ മന്തും ആ 12 മന്തും നമുക്ക് ഏകദേശം ഒരേ പേയ്മെൻറ്റ് കിട്ടും. പക്ഷേ ഹൈ പേയ്മെൻറ്റ് ഉണ്ടാവില്ല. നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു 50% അല്ലെങ്കിൽ 60% ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അതിന് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ മിഡ്വൈഫ് തരുന്നതും പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം, അത് രണ്ടും കൂടെ വേണം. അപ്പോൾ ഇതാണ് മിഡ്വൈഫ് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ്, മെറ്റേണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് അതിൻ്റെ പേര്. ഇതിനകത്ത് അവർ എന്നോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രണ്ടിലെ പോർഷൻസ്. അത് ജസ്റ്റ് എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിയുള്ളത് അവർ സൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാനേജർ തന്നേക്കുന്നതാണ് ഇത്, ആപ്ലിക്കേഷൻ ഫോം ഫോർ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എല്ലാ അഡ്രസ്സ് കാര്യങ്ങൾ, പിന്നെ എന്നാണ് ഡ്യൂ ഡേറ്റ് എന്നുള്ളതൊക്കെ പറയണം. പിന്നെ എന്ന് മുതൽക്കാണ് ഞാൻ ലീവ് എടുക്കുന്നത്, മാൻഡേറ്ററി ആയിട്ട്, അത് നിർബന്ധമാണ്. ഞാൻ 4 ആഴ്ച മുമ്പേ മുതൽക്ക് ലീവ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഇവിടെ. അങ്ങനെയാണ് ഇവിടെ നാട്ടിലെ സിസ്റ്റം. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഞാൻ UAE ആയതുകൊണ്ട് അവിടെ പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മുടെ ആ ടൈമിൽ പോയിട്ട് ഡെലിവറി അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ പക്ഷെ 1 മാസം മുമ്പേ നമ്മുടെ ആ ലീവ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നാണ്. അടുത്തത് ഇനി ചെയ്യാനുള്ളത്, നമുക്ക് വീട്ടിൽ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇവിടെ വന്ന് ചെക്ക് ചെയ്യും, കമ്മ്യൂണിറ്റി മിഡ്വൈഫ് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. നമ്മൾ പക്ക ഫുള്ളി അറേഞ്ച്ഡ് ആണ്, ബേബീനെ വെൽക്കം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ലാത്തതായിട്ട് ആരുമില്ല. അതുകൊണ്ട് അത് എങ്ങനെയാണ് അത് നെഗറ്റീവ്ലി നമ്മൾ എഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും. പൈസ തന്നിട്ടല്ല ഹെൽപ്പ് ചെയ്യുക, നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ സെക്കൻഡ് ഹാൻഡ്, ഫസ്റ്റ് ക്വാളിറ്റിയും അല്ല കേട്ടോ, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ തന്നിട്ടൊക്കെ ഫ്രീ ആയിട്ട് തരില്ലേ, അപ്പോൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ തന്നിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് ഒരു ബാഗ് പ്രിപ്പറേഷനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളത്. അത് ഇവരുടെ ലിസ്റ്റിനനുസരിച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കണം. ആ വീഡിയോസ് അല്ലെങ്കിൽ ആ 2 കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.